റീച്ച് വർദ്ധിപ്പിക്കാൻ എന്താണോ കിട്ടുന്നത് അത് ആളുകളിലേക്ക് ഇടുക, അതിനുശേഷം പിന്നെ അതിന്റെ അടുത്ത പരിപാടിയിലേക്ക് പിറകെ പോവുക എന്നുള്ളതല്ലാതെ ഒരു മാധ്യമത്തിൻ്റെതായ ഒരു നേരും നെറിവും കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. ഈ പ്രീപോൾ സർവേയിൽ പറഞ്ഞിട്ടുള്ള കുറെ പ്രമുഖർ, ശൈലജ ടീച്ചർ ഉൾപ്പെടെ, എം മണി ഉൾപ്പെടെ ഉള്ള ആളുകൾ കുറെ പേരുണ്ട്, അതിന്റെ ആ ഒരു നിര തന്നെയുണ്ട്. അവരൊക്കെ ഇന്ന് ഈ രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെന്റിൽ മന്ത്രിമാരടക്കമായിട്ടുണ്ട്. നമസ്കാരം. നമുക്കൊപ്പം ഒന്ന് ചേരുന്നത് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ്. ടീച്ചർ, ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇലക്ഷനിലേക്ക്. എന്താണ് ഇപ്പൊ മൊത്തത്തിലുള്ള ഫീഡ്ബാക്ക്? എങ്ങനെയാണ്? ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അതൊരു പൊതു രാഷ്ട്രീയ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം വലിയ തോതിൽ മേൽക്കൈ മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടാവും. എറണാകുളം മണ്ഡലം വലിയൊരു മാറ്റവും സംഭവിക്കും. ഏതാണ്ട് എല്ലാ തരത്തിലൊരു ഉഴുതുമറിച്ചൊരു പ്രചരണ പരിപാടിയാണ് നടന്നത്. 10-13 ലക്ഷം വോട്ടർമാരുണ്ട്. പക്ഷെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമം രാവിലെ ഒരു 6:30 തുടങ്ങി വൈകിട്ട് ഒരു 11-11:30 വരെയും, ജനങ്ങൾ ഉറങ്ങുന്ന സമയം വരെയും നമ്മൾ പോയിട്ടുണ്ട്. കൃത്യമായ എല്ലാ കാര്യങ്ങളും ജനങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ബാക്കി ഒട്ടേറെ കാര്യങ്ങൾ അതിന് താഴെയുണ്ട്. രാജ്യം നിലനിൽക്കുക എന്നുള്ളതും ഭരണഘടന നിലവിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതുമാണ്, അതിനെ ഉറപ്പിക്കുക എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങളുമായി സംവദിച്ചതിന്റെ ഫലം എനിക്ക് അനുഭവമുണ്ട്. കാരണം അവര് ഈ ലാസ്റ്റ് പൊതുപര്യടനം ആരംഭിക്കുന്ന സമയത്ത് സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF തീർച്ചയായിട്ടും ആളുകളെ സംഘടിപ്പിക്കും. പക്ഷെ അതിനപ്പുറത്ത് ജനങ്ങൾ വഴിനീളെ വാഹനം തടഞ്ഞു നിർത്തി അവര് സ്വീകരണം തരുന്നു, അവരുടേതായ സ്വീകരണം സ്വന്തം നിലയ്ക്ക് തരുന്നു. സ്ത്രീകളുടെ വലിയ തോതിലുള്ള ഒരു ഒരു സന്തോഷ പ്രകടനം വീടുകളിൽ ജനലിലൂടെയും പുറത്തേക്ക് വന്നും ഭയങ്കരമായ ഒരു ഒരു ആർപ്പുളിയോട് കൂടിയുള്ള ഒരു സ്വീകരണമാണ് കിട്ടുന്നത്. സ്ത്രീകളുടെ ഇടയിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അട്ടിമറി വിജയം ഉണ്ടാവും തീർച്ചയായും. ഈ പറയുന്ന പോലെ നമ്മുടെ ശൈലജ ടീച്ചറിനെതിരെ, അതുപോലെ തന്നെ ആനി രാജയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ടീച്ചറിന് അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള മോശം അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോ ഫേസ്ബുക്കിൽ അങ്ങനെ കാര്യമായിട്ട് ഞാൻ എന്റേതായ പോസ്റ്റുകൾ ഇടുക എന്നുള്ളതല്ലാതെ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയമില്ല. പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള അഭിപ്രായം പറഞ്ഞോട്ടെ, നമുക്കതിൽ തർക്കമൊന്നുമില്ല. അത് നോക്കി അതിനെക്കുറിച്ചോർത്ത് അതിന്റെ പുറകെ പോകാനുള്ള സമയവും ഇല്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ, ഈ മാനസികമായിട്ടുള്ള വൈകല്യമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ വളർത്തപ്പെട്ട രീതിയുടെ ഭാഗമായിട്ടൊക്കെയാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ള അതാണ് വലിയൊരു റിക്വസ്റ്റ് അവരോട് വെക്കാനുള്ളത്. പിന്നെ പൊതുസമൂഹം മൊത്തത്തിൽ ഇത് അങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരെ പൊതുസമൂഹം ഒത്തുചേർന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട് പൊതുസമൂഹം മൊത്തത്തിൽ അത്തരം ഛിദ്രശക്തികൾക്കെതിരെ, സാമൂഹ്യ വിരുദ്ധർക്കെതിരെ എടുക്കേണ്ടത് ആണ് എന്നുള്ളതാണ് അഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം സതീശനെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് CPM പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഒരു പച്ചക്കള്ളം പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രതികരണം? അത് ഒന്ന്, ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കിട്ടിയാൽ അതിന്റെ പിന്നിലുള്ള അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് അന്വേഷിച്ചു പോകാറില്ല. റീച്ച് വർദ്ധിപ്പിക്കാൻ എന്താണോ കിട്ടുന്നത് അത് ആളുകളിലേക്ക് ഇടുക, അതിനുശേഷം പിന്നെ അതിന്റെ അടുത്ത പരിപാടിയിലേക്ക് പിറകെ പോവുക എന്നുള്ളതല്ലാതെ ഒരു മാധ്യമത്തിൻ്റെതായ ഒരു നേരും നെറിവും കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. അപ്പോ അത് നമ്മുടെ ഇത്തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്ന ആളുകൾക്കും അറിയാം. പക്ഷെ ജനങ്ങൾ തിരിച്ചറിയുമല്ലോ. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ പാർട്ടി ആരിൽ നിന്ന് വാങ്ങി, എത്ര എമൗണ്ട് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നെല്ലാം വളരെ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വെച്ചിട്ട് പറയാമായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും വെച്ച് പറഞ്ഞാൽ ആ കള്ളം പൊളിയും എന്നുള്ളത് കൊണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുക എന്നതാണ് ഉള്ളത്. ഈ പ്രീപോൾ സർവേനൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? പ്രീപോൾ സർവേയിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രീപോൾ സർവേയിൽ പറഞ്ഞിട്ടുള്ള കുറെ പ്രമുഖർ, ശൈലജ ടീച്ചർ ഉൾപ്പെടെ, എം മണി ഉൾപ്പെടെ ഉള്ള ആളുകൾ കുറെ പേരുണ്ട്. അതിന്റെ ആ ഒരു നിര തന്നെയുണ്ട്. അവരൊക്കെ ഇന്ന് ഈ രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെന്റിൽ മന്ത്രിമാരടക്കമായിട്ടുണ്ട്. ശൈലജ ടീച്ചർ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. ശൈലജ ടീച്ചറൊക്കെ തോറ്റു പോകുന്നതാണ് പ്രവചിച്ചത്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ജനങ്ങൾ കൃത്യമായി നിലപാടെടുക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങളുടെ പ്രവർത്തകർ
ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർ അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇനി സമയം എന്തായാലും ജയിച്ചു കയറട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും.